എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺ വോയിസിൽ എന്നെ മുഖം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്, ഒരു 3 ആഴ്ചയോളം ആയിട്ടുള്ളൂ. അപ്പം അതിനുള്ളിൽ എനിക്ക് നിങ്ങൾ തരുന്ന ആ പ്രോത്സാഹനം എനിക്ക് വളരെയധികം വിലമതിക്കുന്നതാണ്. എല്ലാവരോടും നന്ദി പറയുന്നു കേട്ടോ. എൻ്റെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻസിൽ കുറച്ച് പേര് എൻ്റെ ഡാൻസ് ലൈഫിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ ഡാൻസ് പഠിച്ചതാണോ, ഡാൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ, എവിടെയാണ് പഠിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ കർമ്മ എന്ന് പറയുന്നൊരു നൃത്ത സ്ഥാപനം നടത്തുന്നുണ്ട്. അവിടെ എനിക്ക് കുറച്ച് കുട്ടികളുണ്ട്. പിന്നെ കുറച്ച് സ്കൂളുകളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്പലങ്ങളിൽ പ്രോഗ്രാം, വെഡ്ഡിങ്, അതിനൊക്കെ റിസപ്ഷൻ, അതിനൊക്കെ കുട്ടികളെ കൊണ്ടുപോയി പങ്കെടുപ്പിക്കാറൊക്കെ ഉണ്ട്. പിന്നെ കോമ്പറ്റീഷൻ ഐറ്റംസ് ഒക്കെ പഠിപ്പിക്കാറുണ്ട്. ഞാൻ പഠിച്ചത് RLV കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്കൂളിൽ മോൺഫോർട്ട് എന്ന് പറയുന്ന സ്കൂളിൽ ഇടുക്കിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ കൊറോണയുടെ ടൈം വന്നപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ കോട്ടയത്താണ് കുറച്ച് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കൊരു ചേച്ചിയും ചേട്ടനും ഉണ്ട്. അവർ ഫാമിലിയായിട്ട് സെറ്റിൽഡായിട്ട് വേറെ താമസിക്കുകയാണ്. പിന്നെ സംശയം, ഞാൻ ഡാൻസ് മാസ്റ്റർ ആണോ എന്നുള്ളതാണ്. ഞാൻ ഡാൻസ് മാസ്റ്ററാണ്. എൻ്റെ ഇതുവരെയുള്ള എൻ്റെ അന്നം തന്നിരിക്കുന്നത് ഡാൻസിലൂടെ തന്നെയാണ്. അതിൽ എൻ്റെ കുട്ടികളോടും പേരൻസിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ ഡാൻസ് ലൈഫ് ആരംഭിക്കുന്നത് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലത്തെന്ന് വെച്ചാൽ ഇതെങ്ങനെ കണ്ട് എത്തുന്നതെന്ന് എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു. അപ്പം ശരിക്കും പറയാൻ എൻ്റെ പപ്പയും അമ്മയും തന്നെയാണ് എനിക്ക് ഡാൻസ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ട് എന്ന് കണ്ട് പിടിച്ചു തന്നത്. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ ആകാശവാണി റേഡിയോ, അതിൽ അപ്പം വീട്ടിൽ TV ഇല്ല. വീട്ടിലെ കാര്യം പറയാം. എൻ്റെ പപ്പയ്ക്ക് ഒരു സ്കൂളിൽ ജോലിയായിരുന്നു. അപ്പം ഞങ്ങൾ 3 മക്കളുണ്ട്. 3 മക്കളിൽ എല്ലാവരെയും പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നല്ലോ. അപ്പം ഞാൻ ഒരു ആഷ്പുഷ് കുടുംബത്തിലല്ല ജീവിച്ചത്, സാധാരണ ഒരു വീട്ടിലാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ പപ്പായ്ക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് വേണം ഞങ്ങളുടെ 3 പേരെയും പഠിത്തവും കാര്യങ്ങളും പിന്നെ വീട്ടു ചിലവ് ഇതെല്ലാം നടക്കേണ്ടിയിരുന്നത്. എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പം ചുമ്മാ താളം ചവിട്ടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പപ്പ ഇത് കണ്ടുപിടിച്ചത്. പപ്പയും അമ്മയും കേട്ടോ. ഇപ്പോഴും എൻ്റെ പപ്പ മരിച്ചുപോയി. അമ്മ ഇപ്പോഴും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അമ്മയാണ് എൻ്റെ എല്ലാം എന്ന് പറയാം. അങ്ങനെ ചെറുപ്പത്തിൽ ഈ ഡാൻസിനോടൊരു ഭ്രമം കയറി. അപ്പം പിന്നെ നേഴ്സറി ആയ സമയത്ത് ഞാൻ എന്നെ ഡാൻസിൽ ചേർത്തു. അപ്പം അന്ന് പഠിപ്പിച്ചിരുന്നത് എൻ്റെ ആദ്യത്തെ ഗുരു സുകുമാരൻ സാർ എന്ന് പറയുന്ന സാറാണ്. സാറ് ഇപ്പം മരിച്ചുപോയി. സാറിന് എൻ്റെ പ്രണാമം ഞാൻ അർപ്പിക്കുകയാണ്. അങ്ങനെ നേഴ്സറിയിൽ പ്രോഗ്രാമൊക്കെ ഈ ആനുവൽ ഡേ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ചേർന്നു. അപ്പം ഒരുവിധം നന്നായിട്ടൊക്കെ ചെയ്യുമായിരുന്നെന്ന് എൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ പറയാറുണ്ട് ഒരുവിധം നന്നായിട്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നെനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിലേക്കായി ഭ്രമം, ഡാൻസ് എന്നുള്ളൊരു ചിന്തയായി. പഠിത്തമൊക്കെ എനിക്ക് അങ്ങോട്ട് പുറകോട്ടായിരുന്നു. എനിക്ക് പഠിക്കാനായിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്കെപ്പോഴും ഡാൻസ് ചെയ്യണം എന്നുള്ളൊരൊറ്റ ചിന്തയായിരുന്നു കേട്ടോ. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഒരാഗ്രഹമായിരുന്നു ഒരു ഡാൻസറായി തീരണം എന്നുള്ളത്. ഞാൻ ജനിച്ചതൊക്കെ കുട്ടനാട്ടിൽ പുളിങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അവിടെയെന്ന് വെച്ചാൽ അന്നൊക്കെ, ഇപ്പോഴാണ് പാലമൊക്കെ വന്നത്, അവിടെ പുഴയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. കടത്തായിരുന്നു എന്നുള്ളത്. അപ്പം അവിടേക്ക് വന്ന് നമ്മളെ തന്നെ ഒരു സാറിനെ വിളിച്ച് വീട്ടിലേക്ക് വന്ന് പഠിപ്പിക്കാനായിട്ടുള്ളൊരു സാഹചര്യം എൻ്റെ പപ്പായ്ക്ക് അന്നില്ലായിരുന്നു. അപ്പം ഞാനതിനെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായാലും വീട്ടുകാരുടെ സാഹചര്യങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുമായിരുന്നു അത്ര ചെറുപ്പത്തിൽ തന്നെ. അപ്പം ഞാൻ അതിലേക്ക് കൂടുതൽ ഇതായിട്ടില്ല. പിന്നെ എൻ്റെ ആഗ്രഹം കിടപ്പുണ്ടെന്നുള്ളത് അമ്മയ്ക്കും പപ്പയ്ക്കും അറിയാമായിരുന്നു. അപ്പം എന്നെ പഠിപ്പിക്കാനായിട്ട് ഒരു സാറിനെ വീട്ടിലേക്ക് വരുത്തി. അങ്ങനെ സബ് ജില്ലാ മത്സരത്തിന് അങ്ങനെയൊക്കെ പോയി പങ്കെടുത്തിട്ടുണ്ട് ഞാൻ.
പങ്കെടുത്ത സംഭവത്തിൽ എന്നെ ഹരിലാൽ സാറ്, റോയ് സാറ്, ആലപ്പുഴയുള്ള റോയ് സാറ് ഒക്കെയാണ് ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ള 3 ഗുരുക്കന്മാരാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അധികമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല ആ ചെറിയ സമയത്ത്, ചെറുപ്പത്തിൽ. പിന്നെ ഞാൻ സാറുമാരുടെ അടുക്കൽ അങ്ങനെ ക്യാഷിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത് കാരണം ഞാനങ്ങനെ പഠിക്കാനായിട്ട് പോകാറില്ലായിരുന്നു. ഇന്ന് കാണുന്ന പോലെ ഡാൻസ് സ്കൂളൊന്നും അന്ന് വലുതായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ ഏതെങ്കിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പ്രോഗ്രാമിന് തന്നെ അങ്ങ് കയറി ഡാൻസ് ചെയ്യും, കമ്പോസ് ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം എനിക്ക് ഇങ്ങനെ റോയ് സാറിനെ വിളിച്ചു വീട്ടിൽ വരുത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ സാറിൻ്റെ അടുത്ത് പോയി സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി പഠിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് 8ാം ക്ലാസ് വെച്ചിട്ട് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കുട്ടികൾ, നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവർ വന്ന് നല്ല രീതിയിൽ ഇരിക്കുമ്പം എനിക്ക് നമ്മൾ മോശമാണെന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. കാരണം നമ്മളത്ര ഒരുങ്ങി മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ഉള്ള ശീലമായിരുന്നു. പിന്നെ അന്ന് എനിക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഡാൻസ് സ്റ്റേജിൽ എങ്ങനെയെങ്കിലും കളിക്കണമെന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് നല്ല രീതിയിൽ, ഒരുവിധം നല്ല രീതിയിൽ കയറിയത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അന്ന് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് കുട്ടികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഞാനങ്ങനെ ഫീസിന് കിടന്ന് ഇത് ചെയ്യാത്ത, ഒട്ടും പറ്റാത്ത സമയത്ത് മാത്രമേ ഞാൻ ഫീസ് ഒന്ന് റെഡിയാക്കി തരണേ എന്ന് പറയത്തുള്ളൂ. എനിക്ക് അപ്പോൾ ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ കുറേ ഒതുക്കി വെച്ച് ജീവിക്കുമായിരുന്നു. ഞാനങ്ങനെ ഡാൻസ് തന്നെ പഠിപ്പിച്ചേ പറ്റൂ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. ഞാൻ അന്ന് കാവാലം സ്കൂളിൽ പഠിക്കുകയാണ്. കാവാലത്ത് സ്കൂളിൽ പഠിക്കുമ്പം സബ് ജില്ലാ മത്സരത്തിന് ഞാൻ ഒരുങ്ങിപ്പോവാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അന്ന് കാറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഓട്ടോയിലാണ് പോയത്. അപ്പം ഞങ്ങൾ ഓട്ടോയിൽ പോയ സമയത്ത് എൻ്റെ അമ്മയുടെ ചേച്ചി, എൻ്റെ പേരമ്മയെന്ന് പറയും, പേരമ്മയൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡാൻസിന്. പിന്നെ എൻ്റെ അമ്മയുടെ അമ്മ, അച്ഛൻ, പിന്നെ കുറേ ടീച്ചേഴ്സ്, എൻ്റെ ഹെഡ് മിസ്ട്രസ് ആനീസ് കറിയ എന്ന് പറയുന്നത്, പിന്നെ സൂസമ്മ ടീച്ചറെ, അങ്ങനെ കുറേ പേര് ടീച്ചേഴ്സും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കയറാൻ നേരത്ത് ക്യാഷിന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഈ പൈസയെല്ലാം സ്വരുക്കൂട്ടി അമ്മയുടെ കയ്യിലൊരു പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് ഒരു ബാഗല്ല, ഒരു കിറ്റ് പോലത്തെ സംഭവമാണ്. അപ്പോൾ അതിനകത്തായിരുന്നു ഇത് വെച്ചിരുന്നപ്പം ഞങ്ങളെല്ലാം കൂടി അന്ന് എൻ്റെ ഒരു വലിയ സ്വപ്നം നിറവേറാൻ പോവുകയാണ്. ഞാൻ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ കയറി ഡാൻസ് ചെയ്യാനുള്ളൊരു സന്തോഷത്തിലാണെന്ന് എല്ലാവരും. അപ്പോൾ ഞങ്ങളുടെ റിലേഷനിൽപ്പെട്ട എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ റിലേഷനിൽപ്പെട്ട ആൾക്കാരും ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അവരെയൊക്കെ ഞാനിപ്പം നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഓക്കെ, ഞങ്ങൾ സ്കൂളിൽ ചെന്നു, എല്ലാം റെഡി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ കയറാറാകുന്ന സമയത്ത് അതിനു മുമ്പ് നമ്മൾ പഠിപ്പിച്ച ഗുരുനാഥന് ഫുൾ ക്യാഷ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ടെൻഷനില്ല, കാരണം പൈസ എല്ലാം എല്ലാവരും ഹെൽപ്പാക്കി നമ്മുടെ കയ്യിലുണ്ട് അപ്പം എന്നുള്ള ചിന്തയാണ്. അപ്പം ഈ ബാഗ്, ഈ കിറ്റ് തുറന്ന് നോക്കിയപ്പം ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സ് എവിടെയോ നഷ്ടപ്പെട്ടു. പൈസ ഇരുന്ന പേഴ്സ് തെന്നി എവിടെയോ പോയിരുന്നു. അത് അമ്മ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എവിടെ പോയെന്നുള്ളത് ഞങ്ങൾക്കിപ്പോഴും അറിഞ്ഞുകൂടാ. പക്ഷെ പൈസ പോയപ്പം എല്ലാവരും, ഞാൻ സ്റ്റേജിൽ കയറാനായിട്ട് ഇങ്ങനെ ക്രേസായിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ എക്സൈറ്റ്മെൻ്റാണ് എനിക്ക്, സ്റ്റേജിൽ എങ്ങനെയായിരിക്കും. അപ്പോൾ സന്തോഷമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ വലിയ ആഗ്രഹം നടക്കാൻ പോകുന്നത്. ആ ഒരു സന്തോഷത്തിൽ ഞാൻ മത്സരിക്കാനായിട്ട് ഇങ്ങനെ കയറിയപ്പം കയറുന്നതിന് മുമ്പ് എല്ലാവരും കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്നോടൊന്നും പറയുന്നില്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം എന്താണെന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചപ്പം എൻ്റെ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, മോനെ ഇതുപോലെ ക്യാഷ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ പരിപാടിക്ക് കയറുന്നതിന് മുമ്പാണ്.
കയറുന്നതിന് മുമ്പ് അപ്പം ഞാൻ ശരിക്കും മനസ്സ് തകർന്നാണ് കയറി നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്തത്. ആ നിമിഷം ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് സങ്കടം കേട്ടോ ഒരുപാട്. അന്ന് ഞാൻ കളിക്കണ്ടെന്ന് ഞാൻ പിന്നെ പറഞ്ഞതാണ്, പെർഫോം ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെക്കാട്ടിലും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ പപ്പയമ്മയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ആ സാഹചര്യത്തിൽ കയറി ഡാൻസ് ചെയ്തു, മത്സരിച്ചു. പക്ഷേ എനിക്ക് അന്ന് ഞാൻ പങ്കെടുത്ത എല്ലാ ഐറ്റംസിനും ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി കേട്ടോ. ദൈവം സഹായിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഒരു നർത്തകൻ എന്ന രീതിയിൽ എന്നെ എൻ്റെ വീട്ടുകാർ തരുന്ന സപ്പോർട്ട്, എൻ്റെ അമ്മ, എൻ്റെ പപ്പ എനിക്ക് തന്നത്, എൻ്റെ സഹോദരങ്ങൾ തരുന്ന സപ്പോർട്ട്, അതെൻ്റെ ഒരു ഭാഗ്യം കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നർത്തകരിൽ ചില വീട്ടുകാർ എതിർക്കുന്നവരുണ്ട്. അതായത് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യിക്കാത്ത, ബോയ്സ് ഡാൻസ് ചെയ്താൽ പ്രശ്നമാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ എന്നെ അങ്ങനൊരു സംഭവത്തിലെ എൻ്റെ വീട്ടുകാർ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അവരോടൊക്കെ എൻ്റെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ നന്ദി അറിയിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവത്തിലൂടെ ഞാൻ നൃത്തം ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. പിന്നെ എനിക്ക് അതിനോട് ഇഷ്ടമുണ്ടെങ്കിലും മനസ്സിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നുകൊണ്ട് ഞാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ ഒഴിഞ്ഞു മാറി, ഒതുങ്ങി പഠിത്തത്തിലോട്ടൊക്കെ അങ്ങ് മാറി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ഞാൻ ഒരു കോളേജിനെ കുറിച്ച് കേൾക്കുകയാണ്, RLV കോളേജ്, തൃപ്പൂണിത്തുറയുള്ള ആർട്സ് കോളേജ്. അവിടെ ഇങ്ങനെ ഡാൻസിന് ഇങ്ങനെ വിഷയം കൊടുക്കുന്നുണ്ട്, നമുക്കൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാം എന്നുള്ളൊരു സംഭവം ഞാൻ അറിയുന്നുണ്ട്. അപ്പം വീട്ടിൽ എന്നോട് അമ്മ ഇങ്ങനെ സംസാരിച്ചു, ഡാൻസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡിഗ്രി എടുക്കാം, PG ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും അരച്ച് കലക്കി കുടിച്ച് വരുന്ന ആൾക്കാരാണ് അവിടെ ഇൻ്റർവ്യൂവിനൊക്കെ വരുന്നത്. അപ്പം അതെൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. ഞാനിങ്ങനെ പഠിക്കുകയാണ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഞാനിനി പഠിക്കുന്നില്ല, എനിക്ക് ഇതുപോലെ ഡാൻസിൻ്റെ ഡിഗ്രിക്ക് തന്നെ പോയാൽ മതി. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, അതിന് +2 കഴിയണമെന്ന് പറഞ്ഞു. +2 കഴിയണമെന്ന് പറഞ്ഞ് ഞാൻ ഏന്തി വലിഞ്ഞ് +2 ഒരു വിധത്തിൽ ഞാൻ സെറ്റാക്കി എടുത്തു. അത് ഈ ആഗ്രഹം കൊണ്ടാണ് കേട്ടോ, അല്ല ഞാൻ പഠിക്കത്തൊന്നുമില്ല. ഞാനിങ്ങനെ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം, പഞ്ചസാരയോ എന്തോ കടയിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ട് വന്നൊരു പേപ്പറിൽ ഇത് കണക്ക് RLV കോളേജിൽ ഇങ്ങനെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നെന്തോ ഒരു പരസ്യം അമ്മയുടെ കണ്ണിൽ പെട്ടു കേട്ടോ. അതെൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ്. അവിടെയാണ് എൻ്റെ വഴിത്തിരിവ് തുടങ്ങുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ ആ ഇത് നോക്കി ഇതെല്ലാം എഴുതി വെച്ചു ഒരു ഡയറിയിൽ. അങ്ങനെ എഴുതി വെച്ച് ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അമ്മ അങ്ങോട്ട് അപേക്ഷ അയച്ചതോ ഒന്നും. പപ്പായും അമ്മയും കൂടി കാണിച്ച പരിപാടിയാണ്. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പം എനിക്കൊരു ഇൻ്റർവ്യൂ കാർഡ് വരുവാണ്, ഇന്ന ദിവസം ഇൻ്റർവ്യൂവിന് ചെല്ലണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ശരിക്കും അങ്ങ് ഭയങ്കര ഒരു എന്ത് ചെയ്യണം എന്നറിയാതെ അത്ഭുതപ്പെട്ടു പോയി. ഇതെങ്ങനെ ഈ സംഭവിച്ചത്, എൻ്റെ ആഗ്രഹം നടക്കുമോ? എൻ്റെ വീട്ടുകാർ എന്നെ അത്രയ്ക്കധികം സപ്പോർട്ടായിരുന്നു. അതെനിക്ക് പറഞ്ഞാൽ തീരത്തത്ര നന്ദിയുണ്ട്. കാരണം എൻ്റെ ആഗ്രഹം അതായിരുന്നു. ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സാധനം. വേറെ ഏത് ജോലിക്ക് പോയാലും എനിക്ക് സമാധാനത്തോടെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നു. അപ്പം എല്ലാ കുട്ടികളും പഠിച്ചിട്ടൊക്കെ വന്ന ആൾക്കാരൊക്കെയാണ്, പല പല വലിയ വലിയ ഗുരുക്കന്മാരുടെയൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഞാൻ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് അമ്മയോടൊക്കെ പറഞ്ഞു, അമ്മ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട, നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ലായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ അവിടെ വെച്ച് വിട്ടു കേട്ടോ. കാരണം എനിക്ക് അറിയാമല്ലോ, ഒരുപാട് പേര് പഠിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്, നന്നായിട്ട് പഠിച്ചിട്ട് വരുന്ന, ആധികാരികമായിട്ട് പഠിച്ചിട്ട് വന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനി പ്രതീക്ഷ വയ്ക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു വീട്ടിൽ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു ലെറ്റർ വരും കേട്ടോ, അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഇന്ന ദിവസം കോളേജിൽ വന്ന് ചേരണമെന്ന് പറഞ്ഞു.
അന്നത്തെ ദിവസമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന ദിവസം. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അവിടെ ഹോസ്റ്റലിലൊക്കെ എന്നെ കൊണ്ട് നിർത്താൻ നോക്കിയായിരുന്നു. പക്ഷേ എങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഞാനങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പം കുറച്ച് ദിവസം ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്ന് നോക്കിയായിരുന്നു. ഹോസ്റ്റലെന്ന് വെച്ചാൽ PG ആയിട്ടൊക്കെ നിന്ന് നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് അത് പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് പോയി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പോയി വരാൻ തുടങ്ങി, കോളേജിൽ പോയി പഠിക്കാൻ തുടങ്ങിയപ്പോൾ. അതിരാവിലെ എണീക്കും ഞാൻ. രാവിലെ എണീറ്റിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു തോടുണ്ട്. ആ തോട്ടിലോട്ട് എടുത്തൊരു ചാടി പെട്ടെന്ന് കുളിച്ച് അപ്പോൾ എൻ്റെ പപ്പ വന്ന് എൻ്റെ കൂടെ നിൽക്കും കേട്ടോ. ഞാൻ എത്ര വലുതായാലും എന്നെ ഒരു കുഞ്ഞിനെ പോലെയാണ് പപ്പ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അമ്മയാണെങ്കിലും തണുപ്പുള്ള സമയമാണെങ്കിൽ വെള്ളം ചൂടാക്കി തരും. അങ്ങനെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു അപ്പനും അമ്മയും എനിക്ക് കിട്ടി. ദൈവത്തിന് ഞാൻ അതിന് നന്ദി പറയുകയാണ് കേട്ടോ. പിന്നെ രാവിലെ അമ്മ എഴുന്നിട്ട് ചോറും കറിയെല്ലാം വെച്ച് തന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ചോറും കറിയെല്ലാം വെച്ച് തരും. അങ്ങനെ പൊതിച്ചോറൊക്കെ ആയിട്ട് ഞാൻ കോളേജിലേക്ക് പോകും. അപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ബസ്സിനായിരുന്നു ഞാനന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. ബസ്സിൽ ഞാൻ പുളിങ്കുന്നിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ ബസ്സിന് പോകും. പിന്നെ ഞാൻ ട്രെയിന് കയറിയിട്ട് തൃപ്പൂണിത്തുറ ഇറങ്ങി പിന്നെ അവിടുന്ന് ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് നടന്നോ ഒക്കെ പോകും. താമസിക്കുവാണെങ്കിൽ ഞങ്ങൾ ഓട്ടോ പിടിച്ചൊക്കെ പോകുമായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം 4 മണി വരെ പ്രാക്ടീസാണ്. തുടർച്ചയായ പ്രാക്ടീസാണ്. ചോറുണ്ണാൻ മാത്രം ഉച്ചയ്ക്ക് കുറച്ച് സമയം കിട്ടും. അത് കഴിഞ്ഞ് എപ്പോഴും പ്രാക്ടീസ്, പഠിത്തം, ഈ സംഭവമാണ്. എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കാരണം എനിക്ക് ഭയങ്കര ഒരു സന്തോഷത്തോടെ ഞാനത് പഠിച്ചത്. പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പം അവിടെ ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട് കേട്ടോ. മുണ്ടിങ്ങനെ ഉടുത്തിട്ട് പിന്നെ ജുബായായിരുന്നു അന്നത്തെ ഞങ്ങൾക്ക് അവിടെ യൂണിഫോം. അത് കഴിഞ്ഞ് ഈ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന രാവിലെ 7:30 എന്തോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേണാടെന്ന് എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ആ വേണാട് എക്സ്പ്രസ് തന്നെ തിരിച്ചും 5:30 എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഓർക്കുന്നില്ല ശരിക്കും. അതിന് ഞാൻ തിരിച്ച് വീട്ടിൽ വരും. തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ ബസ് കയറിയൊക്കെ വീട്ടിൽ വരുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവും വരുമ്പോൾ. അങ്ങനെ പിന്നെ രാവിലെ എണീറ്റ് ഇതന്നെ പരിപാടി. എന്നാലും ഞാൻ വിട്ടില്ല, ഞാൻ പോകും. അപ്പോൾ എൻ്റെ ഈ ഓട്ടവും പാച്ചിലും ഒക്കെ കണ്ടിട്ട് എൻ്റെ 2 ഫ്രണ്ട്സ് അവരുടെ വീട്ടിൽ എന്നെ മാറി മാറി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവരുടെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്ത് എനിക്ക് അവിടുന്ന് ഫുഡൊക്കെ തിന്നിട്ട് എന്നെ അവിടെ നിർത്തിയിട്ടുണ്ട്. സുമേഷും ബിനോജും. ഞാൻ അവരെ നന്ദിയോടെ ഓർക്കും ഈ അവസരത്തിൽ. വീട്ടുകാരെ എനിക്കൊരുപാട് നന്ദി അവരെ അറിയിക്കാനുണ്ട്. താങ്ക് യു. അപ്പം ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുട്ടികൾക്ക് ചെറുതായിട്ട് ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങി. അവിടെ ഞാൻ ശരിക്കും RLB കോളേജിൽ ചെന്നതിന് ശേഷമാണ് ചിട്ടയായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. നല്ല വൃത്തിയായിട്ട് എന്നെ ഒരുപാട് ഗുരുക്കന്മാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. RLB രാമകൃഷ്ണൻ മാഷ്, RLB പ്രദീപ് സാറ്, RLB ഷീന മിസ്സ്, RLB സന്ധ്യ മിസ്സ്. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിക്കണം. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്ന ഇവരുടെ പേരുകളാണ്, മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഇവരൊക്കെയാണ്. പിന്നെ സുനിൽ നെല്ലായി സാറുണ്ട്. അങ്ങനെ വലിയ വലിയ ഗുരുക്കന്മാരുടെ അടുക്കൽ കീഴിൽ എനിക്ക് പഠിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. RS ജഗദീശനോട് ഞാൻ നന്ദി പറയുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, അപ്പം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പഠിച്ച് വന്നത്. പിന്നെ ഞാനപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പം അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങി. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പതുക്കെ പഠിച്ച് ഇവിടെ വന്ന് പഠിപ്പിക്കാനായിട്ടൊക്കെ തുടങ്ങി. അപ്പം ശനിയും ഞായറും എനിക്ക് ലീവ് കിട്ടുന്ന സമയത്ത്, കോളേജിൽ പോകാത്ത ദിവസം ശനിയും ഞായറും ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പം അന്ന് എനിക്കൊരു സൈക്കിളാണ് ഉള്ളത്. സൈക്കിളിലാണ് ഞാൻ എല്ലായിടത്തും പോയി പഠിപ്പിച്ചിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പപ്പായോട്, എനിക്ക് വയ്യ, എനിക്ക് കാലൊക്കെ ഭയങ്കര വേദനയാണ്, ആർക്കും എന്നോട് സ്നേഹമില്ല, ഇങ്ങനെ എന്തോ ഡയലോഗ് ഞാൻ അടിച്ചു. എൻ്റെ പൊന്നെ, അത് കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ പപ്പ എനിക്ക് ബജാജിൻ്റെ ഡിസ്കവറിൻ്റെ ബൈക്ക് എനിക്കെടുത്ത് തന്നു കേട്ടോ. പിന്നെ ഞാൻ അതിലായി യാത്ര. ക്ലാസ് എടുക്കാൻ പോകുന്നതും കോളേജിൽ പോകാനായിട്ട് ചങ്ങനാശ്ശേരി പോകുന്നതും എല്ലാം ഡിസ്കവറിലാണ്. എൻ്റെ പപ്പായുടെ ഒരു ബിഗ് താങ്ക്സ് കേട്ടോ അതിന് ഞാൻ പറയുകയാണ്.
പക്ഷേ എൻ്റെ പഠിത്തം പൂർത്തിയാകുന്നതിന് മുമ്പ് ഞങ്ങളെ വിട്ട് പപ്പ പോയി. ഐ മിസ് യു പപ്പ. പിന്നെ എൻ്റെ ലൈഫ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു ഇപ്പോഴും. അപ്പോൾ എന്നോട് പലരും, ഞാനും അമ്മയും കൂടി ഒരു തങ്കമനസ്സ് എന്നുള്ളൊരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഒത്തിരി ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പോൾ അതിൽ കമൻസ് വന്നിട്ടുണ്ട്, വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ ഇത് എന്നൊക്കെ. ശരിക്കും വീഡിയോയ്ക്ക് വേണ്ടിയല്ല കേട്ടോ, ശരിക്കും എനിക്ക് അമ്മയുടെ സ്നേഹം തന്നെയാണ്. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ശരിക്കും അമ്മയുടെ സ്നേഹം ഉണ്ടായിട്ട് തന്നെ കേട്ടോ. പിന്നെ കോളേജിൽ പോയി ഞാൻ നല്ല ആത്മാർത്ഥമായിട്ട് പഠിച്ചു. ആത്മാർത്ഥമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്കതുപോലെ പാഷനാണ് ഡാൻസ് എന്ന് പറയുന്നത്. ഞാൻ വൃത്തിയായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ വളരെ കൊതിയോടെ ആർത്തിയോടെ ഞാനത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പം എൻ്റെ സ്റ്റുഡൻസിനോട് എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയൊരു അവസരമാണ്. അപ്പം നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കണം. നിങ്ങളിതുകൊണ്ട് ഉപജീവനമാർഗം നടത്താൻ പോകുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. എന്നാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന അവസരം ഒരുപാട് പേർക്ക് നഷ്ടപ്പെടുന്ന അവസരങ്ങളാണ്. അപ്പം എൻ്റെ ഡാൻസ് സ്കൂളിൽ വരുന്ന കുട്ടികൾ വൃത്തിയായിട്ട് പഠിക്കണം, നന്നായിട്ട് കൊണ്ടുപോകണം, ആത്മാർത്ഥമായിട്ട് പഠിക്കാനായിട്ട്. എൻ്റെ കുട്ടികൾ മാത്രമല്ല, ഡാൻസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അത് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള കഷ്ടപ്പാടുകളൊന്നുമില്ലല്ലോ. അപ്പോൾ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഗുരുക്കന്മാരോടും എന്നെ ഞാനാക്കിയ എൻ്റെ ഗുരുക്കന്മാരോടും, പിന്നെ എൻ്റെ പപ്പയോടും അമ്മയോടും എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ ബന്ധപ്പെട്ടവരോടും എന്നെ ഈ നൃത്ത ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളോടും, പിന്നെ എൻ്റെ കുട്ടികളോട്, എൻ്റെ പേരൻസിനോട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന എൻ്റെ എല്ലാ മെമ്പേഴ്സിനോടും ഞാനെൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇനിയുള്ള മുന്നോട്ടുള്ള എൻ്റെ ലൈഫിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്നെ ഇതുവരെ കണ്ടതിനും കേട്ടിരുന്നതിനും എല്ലാവർക്കും നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.